ഹായ് മക്കളെ, ഇന്ന് ചോറിന് ഉമ്മ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാ. ആ ചമ്മന്തി ഉണ്ടായ വേറൊരു കൂട്ടാനൊന്നും വേണ്ട. മീൻ കൂട്ടാനൊക്കെ ഉണ്ട്, അയില പൊരിക്കുന്നുണ്ട്, മീൻ കറിയൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ഉള്ളിയും മിളകും കൂടി കൂട്ടിയിട്ട് നല്ല അസൽ സ്ട്രോങ് ആയിട്ടുള്ള ചമ്മന്തി ഉമ്മ ഉണ്ടാക്കാൻ പോവാ. വരും മക്കളെ ചോറുണ്ണാൻ. ഉമ്മ ചമ്മന്തി ഉണ്ടാക്കാൻ പോണേ. ഉള്ളി നന്നാക്കണേ. വേറൊരു കൂട്ടാനും വേണ്ട, നമുക്കൊരു മീൻ കറി ഒന്നും വേണ്ട. അത് കൂട്ടി ചോറ് എന്തോരം വേണം ചോറിന് നമുക്ക്. അതാണ് രസമായ കൂടി. എന്തിനീ മീൻ കൂട്ടാനും കുറെ മറ്റേ കൂട്ടാനും ഈ മറിച്ച കൂട്ടാനും ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മീൻ കൂട്ടാൻ അതിനെ ഒന്നാമത്തെ ഇപ്പോഴത്തെ മീനുകൾ വെച്ചാൽ തന്നെ ഒരു കറിക്കൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞതില്ല. പിന്നെ എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചിട്ട് മേടിക്കണതാണ്. മക്കളെ അതേ മീൻ പൊരിച്ചത് അയില് പൊരിച്ചതാണ്. ചൂട്ടോടുകൂടി കഴിക്കുക. ഇതിപ്പൊ കഴിക്കുന്നില്ല. ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഞാൻ ചോറ് കഴിക്കുക. അപ്പോൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല മീനാണ്. കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ കറി വെക്കണേലും ടേസ്റ്റാണ് വറക്കണത്. ഇന്ന് വേറൊരു മോഡലാണ് കാബേജ് ചിക്കന്. വെറുതെ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കടുകും മാത്രം ഇട്ടിട്ട് മഞ്ഞപ്പൊടി നാളികേരം ഒന്നും ഇടാണ്ടുള്ള ഒരു പ്രത്യേകമായുള്ളൊരു കാബേജാണിത്. ഇത് കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചാള മിളകിട്ടതാ. ഉള്ളി കഴുകാണേ. ഉണക്കമിളക്, വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നല്ലോണം പൊരിച്ചെടുക്കുക. ഉണക്കമിളക് നന്നായി പൊരിച്ചെടുക്കുക. ഉപ്പുംപൊടി ഇടുകയാണ്. ഉണക്കമിളക് ഇതാണ് എൻ്റെ പുതിയ ഒരല്, ഇടിക്കണ ഒരല്. ഇടയ്ക്കിടയ്ക്ക് ചമ്മന്തി കൂട്ടാൻ. ഉണക്കമുളകും ചുവന്നുള്ളിയും ഉപ്പും കൂടി ചതച്ച ചമ്മന്തി. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ നല്ലൊരു ചമ്മന്തി കൂട്ടി അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാം. ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീഡിയോക്ക് വേണ്ടി ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനിയിപ്പോൾ കറി കൂട്ടി തിന്നുന്നവർക്കൊക്കെ എങ്ങനെയാണ് ചെയ്യാം, എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ഞാൻ വെറുതെ ഒന്നും ഇങ്ങനെ ഇട്ടെന്ന് മാത്രം. ബായ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.